അപ്പോൾ ചങ്ങായിമാരെ, നാളെ തൃശ്ശൂർ പൂരല്ലേ? അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം കാണാണ്ട് ബസ്സിലാണ് തൃശ്ശൂർക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇക്കലത്തെ തൃശ്ശൂർ പൂരം കാണാൻ നമ്മൾ ബസ്സിൽ പോവാണ്. ബസ്സിൽ നിന്നുള്ള തൃശ്ശൂരിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. ചൊവ്വാഴ്ചത്തെ പൂരം എന്ന് പറയുമ്പോൾ നാനാ ലോകത്തുള്ള പൂരപ്രേമികളുടെ പൂരമാണ് ചൊവ്വാഴ്ചയിലെ പൂരം. ബുധനാഴ്ചയിലെ പൂരം എന്ന് പറയുമ്പോൾ ബുധനാഴ്ച തൃശ്ശൂർക്കാരുടെ മാത്രം പൂരമാണ്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തിയിട്ടോ. സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നടന്ന് അവിടുത്തെ റോഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതാണ് അവിടുത്തെ ഓവർ ബ്രിഡ്ജ്. കഴിഞ്ഞ വർഷമാണ് ഇത് ഓപ്പൺ ആയത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിന് മുകളിലൊന്ന് കയറി ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ മേലേക്ക് കയറി. നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് അവിടെ, ലിഫ്റ്റും കാര്യങ്ങളും നല്ല അടിപൊളി, നല്ലൊരു വൈബ് ഏരിയ ആയിരുന്നു. തൃശ്ശൂർ ആ ഭാഗം നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റും. ഞാൻ റൗണ്ടിലേക്ക് എങ്ങനെ പോകുന്ന വെച്ചാൽ അവിടെ അന്വേഷിച്ചറിഞ്ഞ് ഞാൻ ആ ഭാഗത്ത് ഇറങ്ങിയിട്ടോ. അപ്പോൾ റൗണ്ടിലേക്ക് അത്യാവശ്യം നടക്കാണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിനെ മറ്റുള്ള പൂരങ്ങളും ഏറെ വ്യത്യസ്തമാക്കുന്നത് കുടമാട്ടം തന്നെയാണ്. അതുപോലെ തന്നെ പേരുകേട്ട ആനകളുടെ വരവും എഴുന്നള്ളിപ്പും കാര്യങ്ങളും, അതുപോലെ ഇലഞ്ഞിത്തറ മേളം, പഞ്ചവാദ്യങ്ങൾ, രാത്രിയെ പകലാക്കുന്ന പ്രകാശ സംവിധാനങ്ങളും, ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന പന്തലുകളും തൃശ്ശൂർ പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതകളിലൊന്നാണ്. ആ കാണുന്നതാണ് തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ വടക്കുംനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തെക്കിങ്കാട് മൈതാനത്തിൻ്റെ ഒരു ഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ ശിവക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട് ലോങ് വ്യൂ എന്നാണ്. ഈ റോഡ് ക്രോസ് ചെയ്ത് വേണം അങ്ങോട്ട് എത്താൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം അവിടേക്ക് എത്താറായി. അവിടെ പോലീസ് വണ്ടികളും ഒരുപാട് ചാനലുകൾ വന്നിട്ടുണ്ട്. നമ്മളെ റിപ്പോർട്ടർ ചാനൽ, അതേമാതിരി മാതൃഭൂമി ചാനൽ, ഒരുപാട് ചാനലുകൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം അല്ലേ. ചെന്നൈയിലൊക്കെ സ്ത്രീകൾ എന്താ പറയുക, ഗതിയൊക്കെ നിയന്ത്രിച്ച സംഭവമാണല്ലോ.
ഇനി നമ്മൾ അവിടുന്ന് ഇറങ്ങി മറ്റേ നമ്മളെ പാറമേക്കാവ് അമ്പലത്തിൻ്റെ അവിടെ എത്തിക്കട്ടോ. ഇവിടെയാണ് ശരിക്ക് മറ്റേ നമ്മളെ ആനച്ചമയവും ആനയൂട്ടൊക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെയാണ് ആനകൾ ഒരുവിധം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ആനച്ചമയത്തിൻ്റെയും ആനയുടെകളുടെയും വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കാണുക. നല്ലൊരു അടിപൊളി സംഭവമാണത്. ആനച്ചമയം തൃശ്ശൂർ പൂരത്തിൻ്റെ ആനച്ചമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവിടുത്തെ ആനച്ചമയം അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ പേര് കേട്ട തലയെടുപ്പുള്ള ആനകളാണ്. ആനകളുടെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും അതിനകത്ത് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 6:30 മണിയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു തലയെടുപ്പുള്ള ഒരു ആന. പേര് നോക്കിയില്ല. അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു അഷ്ടകൊമ്പൻ്റെ ലുക്കാണ്. പിന്നെ വരുന്ന ആനകളെല്ലാം നല്ല കിടിലം വെണ്ണം പറഞ്ഞ ആനകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൂരം കളറാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. പൂരത്തിൻ്റെ വീഡിയോ നമ്മളെ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാത്രിയെ പകലാക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. 8 മണിയിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. തൃശ്ശൂരിൻ്റെ എല്ലാ പാറയമേക്കാവ് ദേശത്തിൻ്റെ ആ ഒരു ഭാഗത്തെ കാഴ്ചയാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ മൊത്തം തന്നെയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം.